ആശുപത്രിവാസം മൂലമുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള മരുന്നത്? ചോദ്യം വെല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരോടാണെങ്കിൽ അവർ ആശുപത്രിയിലെ വായനശാലയിലേക്കുള്ള വഴി കാട്ടിത്തരും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അവിടെ വായന എന്ന മരുന്നുണ്ട്. ജീവനക്കാർക്കും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായിട്ടാണ് ഈ വായനശാല തുറന്നു നൽകിയിരിക്കുന്നത്. വായന ജനങ്ങളെ പുതിയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെയെങ്കിൽ ആശുപത്രിയിൽ എന്തുകൊണ്ട് ഒരു ലൈബ്രറി തുടങ്ങിക്കൂടാ? ഈ ആശയത്തിൽ നിന്നാണ് വായനശാലയുടെ പിറവി. ഏതാണ്ട് 1000-ലധികം ബുക്കുകളുണ്ട്. കേരളത്തിലെ എണ്ണപ്പെട്ട എഴുത്തുകാരുടെ എല്ലാവരുടെയും ബുക്കുകളുണ്ട്. പലപ്പോഴും ഡോക്ടറെ കണ്ടിട്ട് അടുത്ത രക്തത്തിൻ്റെ പരിശോധനയൊക്കെ കിട്ടി അടുത്ത അപ്പോയിൻമെൻറ്റ് കിട്ടി വരാൻ ഒത്തിരി സമയമെടുക്കും. ആ സമയങ്ങളിൽ അവർക്ക് കുറേയും കൂടെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുകയും കുറേയും കൂടെ വിജ്ഞാനം നേടാനും വിനോദം ലഭിക്കാനും ഈ ലൈബ്രറി ഉപയോഗപ്പെടുമെന്ന് ഉള്ളത് തീർച്ചയാണ്. വായനക്കാർ ഇഷ്ടപ്പെടുന്ന എല്ലാത്തരം പുസ്തകങ്ങളും ഇവിടെയുണ്ട്. നമ്മൾ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യുന്നത് കൃത്യം 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 5 മണി വരെയാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത്. എല്ലാ തരം ടെസ്റ്റുകളും, അതായത് ആത്മീയം, കൃതികൾ, ചരിത്രം, സെൽഫ്, ചെറുകഥ, ബയോഗ്രാഫി, അങ്ങനെ ഉപന്യാസം, എല്ലാ തരം ടെസ്റ്റുകളും ലൈബ്രറി യഥേഷ്ടമുണ്ട്. ആദ്യഘട്ടത്തിൽ താലൂക്ക് ആശുപത്രി ജീവനക്കാർക്ക് മെമ്പർഷിപ്പ് നൽകും. പുസ്തകങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി വായിക്കാം. 7 ദിവസത്തിനകം തിരിച്ച് ഏൽപ്പിക്കണമെന്ന് മാത്രം. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ലൈബ്രറി ഹാളിൽ നിന്ന് പുസ്തകങ്ങൾ വായിക്കാം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. പേരിനൊരു ലൈബ്രറി അല്ല, നല്ല മനോഹരമായി ഒരുപാട് പുസ്തകങ്ങളായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ കാരണം ആശുപത്രി പലപ്പോഴും ഈ ആശുപത്രിവാസം ആളുകൾക്ക് വല്ലാതെ മടുപ്പും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അതിനൊരു വലിയ പരിഹാരമാണ്. പിന്നെ ആശുപത്രിയിൽ നിന്ന് നല്ല കാഴ്ചകൾ കൂടി അല്ലേ, ഇങ്ങനത്തെ കാഴ്ചകൾ കൂടി പങ്കുവയ്ക്കാം. ദിവിഷെ, സാധാരണ നമ്മൾ ഈ താലൂക്ക് ആശുപത്രികളുടെ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളുടെയും അവിടുത്തെ ചില ജീവനക്കാരുടെയൊക്കെ തന്നെ നെഗറ്റീവ് വാർത്തകൾ ചെയ്യുന്നതാണ് പതിവ്. ലിഫ്റ്റില്ല, അല്ലെങ്കിൽ അവിടെ കറണ്ടില്ല, വെള്ളമില്ല, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പതിവ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ പുനലൂർ താലൂക്ക് ആശുപത്രി. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രികളിലൊന്നാണ് പുനലൂരും. അവിടുത്തെ എത്തുന്ന രോഗികൾക്ക്, അവരുടെ കൂട്ടിരിപ്പുകാർക്ക്, ജീവനക്കാർക്ക് അവരുടെയൊക്കെ തന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി എന്താണ് ഒരു മാർഗം എന്ന് അന്വേഷിച്ചു. അങ്ങനെയാണ് അവർ ഈ വായന എന്നുള്ള മരുന്നിലേക്ക് എത്തുന്നത്. കാര്യം വായിച്ചാൽ വളരുമെന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടില്ല. അതിന് സമാനമായി ആ ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം രൂപപ്പെടുന്നത്. അങ്ങനെ ആ ആശുപത്രിയുടെ ഒരു ഭാഗം ലൈബ്രറി ഹാളാക്കി മാറ്റുന്നു. അതിനായി പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ രജിസ്റ്റർ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ലൈബ്രറിയനെ നിയോഗിക്കുന്നു. ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ്, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ആ ലൈബ്രറിയിലുള്ളത്. അത് അവിടുത്തെ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ സുനിൽകുമാറിൻ്റെ ഒരു ആശയമായിരുന്നു. അങ്ങനെയാണ് ആ ലൈബ്രറി തുറക്കുന്നത്. അതായത് ഇപ്പോൾ സാധാരണ ആശുപത്രിയിൽ ഇരുന്ന് മുഷിഞ്ഞ് ഇപ്പോൾ കൂട്ടിരിപ്പുകാർക്കൊക്കെ തന്നെ കുറേയേറെ നേരം ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദമൊക്കെ തന്നെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും അവരുടെ ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ വായിക്കാൻ വേണ്ടി, ചിലപ്പോൾ ചില ആൾക്കാർക്ക് പുരാണ പുസ്തകങ്ങൾ വായിക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നോവൽ വായിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് കവിതയായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ. ശരിയാണ്. എന്തായാലും കാണാൻ വിപുലമായ ഗ്രന്ഥശേഖരമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചാളുകൾക്ക് മുമ്പ് നമ്മൾ തത്സമയ റിപ്പോർട്ടിൽ തന്നെ പങ്കുവച്ചാണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ മോർച്ചറിക്ക് സമീപം ഇതുപോലെ ഒരു വായനശാല ഒരുക്കുന്നത്. അപ്പോൾ അക്ഷരങ്ങൾ വലിയ ആശ്വാസമാണ് പല ഘട്ടങ്ങളിലും മനുഷ്യന്. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശരി കാണാം.